ഹായ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് സീരീസ് ഓഫ് വീഡിയോസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ 23rd നടക്കാൻ പോകുന്ന +1 ഫിസിക്സ് എക്സാമിന് ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ ആ ഏരിയാസുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോസിൽ ഗ്രാഫ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന കൈനമാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും, നോക്കിയവരുണ്ടാവും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു 4 മാർക്കിനോ 2 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന കൈനമാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന പോർഷനിൽ നിന്നും എന്ത് ചെയ്യാറുണ്ട്, എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്, കൈനമാറ്റിക് ഇക്വേഷൻ്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഈ 3 ഇക്വേഷൻ, ഫൈനൽ ഇക്വേഷൻ മാത്രം കാണാതെ പഠിച്ചു പോയതുകൊണ്ട് നിങ്ങൾക്ക് കാര്യമില്ല. എപ്പോഴും ചോദിക്കുക എന്താണ്, ഗ്രാഫിൽ നിന്നും അത് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയാണ് ചോദിക്കാറ്. ചിലപ്പോൾ 2 ഇക്വേഷൻ ഒരുമിച്ച് ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം, ചിലപ്പോൾ ഒരെണ്ണമായിരിക്കും ചോദിക്കുക. അങ്ങനെ എന്ത് ചെയ്യാറുണ്ട്, എപ്പോഴും ഇത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൈനമാറ്റിക് ഇക്വേഷൻ ഫോർ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റ് എപ്പോഴാണ് എപ്പോഴാണ് നമ്മളൊരു ഒബ്ജക്റ്റിന് ആക്സലറേഷൻ ഉണ്ടെന്ന് പറയുന്നത്? ആക്സലറേഷൻ എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് എപ്പോഴാണ്, വെലോസിറ്റി ചേഞ്ച് ചെയ്യണം അല്ലേ. ഇപ്പം 2 മീറ്റർ/സെക്കൻഡിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ത്രൂ ഔട്ട് അതിൻ്റെ ജേണിയിൽ 2 മീറ്റർ/സെക്കൻഡിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തില്ല, അവിടെ ബോഡി ആക്സലറേറ്റ് ചെയ്യപ്പെടുന്നില്ല. ആക്സലറേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ ദർ ഇസ് എ ചേഞ്ച് ഇൻ വെലോസിറ്റി. അവിടെ എന്തുണ്ടായിരിക്കണം, ഒരു വെലോസിറ്റി ചേഞ്ച് ഉണ്ടായിരിക്കണം. അപ്പോൾ യൂണിഫോംലി ആക്സലറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ആ വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്തായിരിക്കണം, ഒരുപോലെ ആയിരിക്കണം. അത് മനസ്സിലാകാൻ, അത് അറിയുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, അല്ലാത്തവർക്ക് മനസ്സിലാൻ വേണ്ടി ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഒരു സെക്കൻഡിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 2 മീറ്റർ/സെക്കൻഡ് ആണ്. 2 സെക്കൻഡ് ആയപ്പോൾ അത് എത്രയായി, 4 മീറ്റർ/സെക്കൻഡ് ആയിട്ട് മാറി. 3 സെക്കൻഡ് ആയപ്പോൾ എത്രയായി, 6 മീറ്റർ/സെക്കൻഡ് ആയി. 4 സെക്കൻഡ് ആയപ്പോൾ 8 മീറ്റർ/സെക്കൻഡ് ആയി. ഇവിടെ ഓരോ 1 സെക്കൻഡ് കഴിയുമ്പോൾ, ഓരോ 1 സെക്കൻഡ് ഗ്യാപ്പിലും ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി എത്ര വെച്ചാണ് ചേഞ്ച് ചെയ്യുന്നത്, 2 മീറ്റർ/സെക്കൻഡ് വെച്ചിട്ടല്ലേ ചേഞ്ച് ചെയ്യുന്നത്. അതായത് ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്, 2 4 ആകുന്നുണ്ട്, 4 6 ആകുന്നുണ്ട്, 6 8 ആകുന്നുണ്ട്. വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ ആ ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, യൂണിഫോം ആണ്, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആ കേസിൽ ഉണ്ടാകുന്ന ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു യൂണിഫോം ആക്സലറേഷൻ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 3 കൈനമാറ്റിക് ഇക്വേഷൻസ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഡെറിവേഷൻ പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഗ്രാഫ് പഠിക്കണം. ഇത് നമ്മൾ ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അപ്പോൾ പേരിൽ തന്നെയുണ്ട് വെലോസിറ്റി ടൈം ഗ്രാഫ്. സോ വെലോസിറ്റി അലോങ് എന്താണ്, വൈ ആക്സിസ് ആയിരിക്കും, ടൈം അലോങ് എന്തായിരിക്കും, എക്സ് ആക്സിസ് ആയിരിക്കും എടുക്കുന്നത്. ഇവിടെ എന്തുകൊണ്ട് ഗ്രാഫ്, അതായത് നിങ്ങൾ ഗ്രാഫിൻ്റെ വിവിധ ഷേപ്പുകൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ എന്തുകൊണ്ട് ഗ്രാഫ് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ വരച്ചില്ല, അതായത് എല്ലാ കേസിലും എന്താകണമെന്നില്ല, ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. നമുക്ക് ജനറലൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി, ആ ഗ്രാഫ് കാണാൻ വൈ ആക്സിൽ കുറച്ച് മുകളിലേക്കാണ് വരച്ചിരിക്കുന്നത്. അതായത് അവിടെ ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട് എന്നൊരു കോൺസെപ്റ്റിൽ നിന്നാണ് ഈ ഗ്രാഫ് വരുന്നത്. അപ്പോൾ AB എന്ന് പറയുന്നതാണ് ചിത്രത്തിൽ, AB എന്ന് പറയുന്നതാണ് എന്ത്, ഇവിടുത്തെ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ താഴത്തെ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. അതങ്ങനെ ഏരിയ കണ്ടുപിടിച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുക. അപ്പം ഗ്രാഫ് റിലേറ്റഡ് ആയിട്ട് ഗ്രാഫിൻ്റെ സ്ലോപ്പും ഏരിയ അണ്ടർ ദ ഗ്രാഫും ഒക്കെ വെച്ചിട്ടുള്ളൊരു ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു റിലേഷൻ വരുന്നത് എന്നുള്ളത് എന്ത് ചെയ്യും, ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് നമുക്ക് വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, താഴത്തെ പോർഷൻസ് ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ച് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് കാണാം AB എന്ന് പറയുന്ന ഗ്രാഫിന് താഴെയുള്ള ഏരിയ ഒരു ട്രപ്പീസിയത്തിൻ്റെ ഷേപ്പ്, അല്ലെങ്കിൽ ഒരു ലംബകത്തിൻ്റെ ഷേപ്പിലാണുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഏരിയ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയുന്ന 2 ഷേപ്പിലേക്ക് അതിനെ മാറ്റി വരച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ ഒന്ന് കട്ട് ചെയ്തിരിക്കുകയാണ്. എന്താണ്, ഒന്ന് ട്രയാങ്കിൾ ആയിട്ടും ഒരു റെക്റ്റാങ്കിൾ ആയിട്ടും എന്ത് ചെയ്തിരിക്കുന്നു, അതിനെ വരച്ചിരിക്കുന്നു. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് U ആണ്. B എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ ഫൈനൽ പൊസിഷൻ അല്ലേ, ഫൈനൽ പൊസിഷനിലെ വെലോസിറ്റി എന്താണ്, ഫൈനൽ വെലോസിറ്റി, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ V. അത് ഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. ഇനി BC എന്ന് പറയുന്ന പോയിന്റ് നോക്കിയേ, B മുതൽ C വരെയുള്ളത് എന്ന് പറഞ്ഞാൽ U മുതൽ V വരെയുള്ള ദൂരം. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, V - U. വൈ ആക്സിസിലെ ആ ഡിസ്റ്റൻസിനെ നമുക്ക്, BC എന്ന് പറയുന്ന ഡിസ്റ്റൻസിനെ നമുക്ക് V - U എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. എക്സ് ആക്സിൽ എന്താണ്, ടൈം ആണ്. അപ്പോൾ എക്സ് ആക്സിൽ വരുന്ന എല്ലാ ക്വാണ്ടിറ്റീസിനും നമുക്ക് എന്തെടുക്കാം, ടൈം എടുത്ത് പ്ലോട്ട് ചെയ്യാം. അതുപോലെ ഞാനവിടെ ഒരു ആംഗിൾ, അതായത് AB എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ ആംഗിൾ, അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത് നമുക്ക് ആംഗിൾ എന്നൊരു കോൺസെപ്റ്റ് കൂടെ ഉപയോഗിച്ചാൽ കുറച്ചുകൂടെ പറയുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ആംഗിൾ തീറ്റയും എന്ത് ചെയ്തിട്ടുണ്ട്, ആ ചിത്രത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ റിലേഷനിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്, വെലോസിറ്റി ടൈം റിലേഷനാണ്. അപ്പം നമുക്ക് എന്താണ്, വെലോസിറ്റി ടൈം ഗ്രാഫാണുള്ളത്. എനിക്കിതിൽ നിന്നും ഇതിൻ്റെ ആക്സലറേഷൻ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ടാൻ തീറ്റ എന്നൊരു കോൺസെപ്റ്റ് ഉപയോഗിക്കുക. ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻ്റ് ആണ്. ഇവിടെ തീറ്റ എന്ന് പറയുന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്, BC ആണ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് AC ആണ്. അപ്പം നമുക്ക് സ്ലോപ്പ് A = എങ്ങനെ എഴുതാം, ആക്സലറേഷൻ ആണ്, സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ കിട്ടുക.
അപ്പോൾ നമുക്ക് എ ഈസ് ഈക്വൽ ടു ബി സി ബൈ എ സി എന്ന് എടുക്കാം. ഇവിടെ ബി സി എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് വി മൈനസ് യു ആണ്. എ സി എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിലെ ഡിസ്റ്റൻസ് ആണ്, ദാറ്റ് ഈസ് ടൈം ആണ്. അപ്പോൾ വി മൈനസ് യു ബൈ ടി എന്ന് എടുക്കാം. അപ്പോൾ ഡിവൈഡഡ് ബൈ ടി നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ നമുക്ക് എങ്ങനെ കിട്ടും? എ ടി ഈസ് ഈക്വൽ ടു വി മൈനസ് യു എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒന്ന് ഇക്വേഷന് എന്ത് ചെയ്യുന്നു? തിരിച്ചെഴുതുന്നു. ദാറ്റ് ഈസ് വി മൈനസ് യു ഇസ് ഈക്വൽ ടു എ ടി. അതിൽ നിന്ന് മൈനസ് യു നമ്മൾ ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് യു പ്ലസ് എ ടി. അപ്പോൾ ഫൈനൽ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഏത് തമ്മിലുള്ള റിലേഷൻ? വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള റിലേഷൻ. ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. അത് റിലേഷൻ ഓർത്ത് വെക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് ടേമും റൈറ്റ് സൈഡിലെ ലാസ്റ്റ് ടേമും ആയിരിക്കും എപ്പോഴും കണക്ട് ചെയ്യുന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. ദെർഫോർ ഫസ്റ്റ് റിലേഷൻ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇനി രണ്ടാമത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പൊസിഷൻ ടൈം റിലേഷനാണ്. പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥാനമാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് കോൺസെപ്റ്റ് റിലേറ്റഡ് ആണ്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നമുക്ക് എങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാം? ഏരിയ അണ്ടർ ദ ഗ്രാഫ് കണ്ടുപിടിച്ചാൽ മതി. മനസ്സിലാകാത്തവർ എന്ത് ചെയ്യണം? അപ്പോൾ വീഡിയോ കണ്ടിട്ട് വേണം ഇത് കാണാൻ വേണ്ടി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് വരും. ഓക്കെ, അപ്പം ഏരിയ അണ്ടർ ദ ഗ്രാഫ് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ ഗ്രാഫിനടിയിൽ വരുന്ന ഏരിയ ഏതൊക്കെയാണ്? ഒരു ട്രയാങ്കിളും ഉണ്ട്, ഒരു റെക്റ്റാങ്കിളും ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഏരിയ കാണാൻ എന്ത് ചെയ്യാൽ മതി? ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ ചെയ്താൽ മതി. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്തും. അതുപോലെ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ബി എച്ചും ആണ്. അപ്പോൾ ആ കോൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നു. ഇവിടെ ലെങ്ത്തിനെ സൂചിപ്പിക്കാൻ എന്ത് എടുക്കാം? ഒ ഡി എന്നും ബ്രെഡ്ത്തിനെ സൂചിപ്പിക്കാൻ നമുക്ക് എ ഒ എന്നും എടുക്കാം. ദാറ്റ് ഈസ് ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ എങ്ങനെ എഴുതാം? എ ഒ ഇൻറ്റു ഒ ഡി എന്ന് എഴുതാം. പ്ലസ് ഹാഫ് ഇൻറ്റു ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എങ്ങനെ വരും? എ സി ആണ് അതിൻ്റെ ബ്രെഡ്ത്ത്, പാദം, ഇൻറ്റു അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ബി സി അല്ലേ? അപ്പോൾ എ സി ഇൻറ്റു ബി സി എന്ന് എഴുതി. ഇനി ആ ഗ്രാഫ് നോക്കിയിട്ട് ഓരോന്നിനും നമ്മൾ വാല്യൂ കൊടുക്കുക. എ ഒ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റ്, അതായത് ഒറിജിൻ മുതൽ യു വരെയുള്ള ദൂരം. അതെന്ത് തന്നെയാണ്? യു ആണ്. ഓക്കെ, യു മൈനസ് 0 എന്ന് വരും. ദാറ്റ് ഈസ് എന്ത് വരും? യു എന്ന് വരും. ഇൻറ്റു ഒ ഡി എന്ന് പറഞ്ഞാൽ ടൈം അല്ലേ? അപ്പോൾ യു ഇൻറ്റു ടി എന്ന് വരും. പ്ലസ് ഹാഫ് അതേപോലെ എഴുതി. എ സി എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഓൾസോ ടൈം ആണ്, വിച്ച് ഈസ് അലോങ് ദി എക്സ് ആക്സിസ്. ഇൻറ്റു ബി സി എന്ന് പറഞ്ഞാൽ എന്താണ്? വി മൈനസ് യു. അപ്പം നമ്മൾ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ അതൊന്നും കൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ എങ്ങനെ വരും? യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു വി മൈനസ് യു ഇൻറ്റു ടി. ഇനി അതിൽ ആ വി മൈനസ് യുവിന് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരുവാണ്. ഇതിൽ നിന്നും നമ്മുടെ ഫസ്റ്റ് റിലേഷനിൽ നിന്നും വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറയുന്ന റിലേഷനില്ലേ, അതിൽ നിന്നും ആ പ്ലസ് യു എന്നുള്ളത് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ വി മൈനസ് യു ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? നമുക്ക് എ ടി എന്ന് എഴുതാമല്ലോ. അപ്പോൾ ആ വി മൈനസ് യുവിന് വരെ ഞാൻ എ ടി എന്ന ടേം എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് എസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? യു ടി പ്ലസ് ഹാഫ് എ ടി ഇൻറ്റു ടി എന്ന് വരും. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി ഇൻറ്റു ടി എന്ന് വരും. ഓക്കെ, അപ്പോൾ ആ ടിയും ടിയും മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനൽ ഇക്വേഷൻ ആയതാണ് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇവിടെയും നോക്കൂ, ലെഫ്റ്റ് സൈഡിലെ ടേമും റൈറ്റ് സൈഡിലെ ലാസ്റ്റ് ടേമും തമ്മിലുള്ള റിലേഷൻ്റെ ഇതിലല്ലേ ഇക്വേഷൻ്റെ പേരറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഏത് റിലേഷനാണെന്ന് മനസ്സിലാകുന്നത്. അത് ഓർത്ത് വെക്കാൻ അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ രണ്ടാമത്തെ റിലേഷനുമായി എന്താണ്? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. ഇനി ലാസ്റ്റ് നമുക്ക് വേണ്ടത് പൊസിഷൻ വെലോസിറ്റി ആണ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ റിലേഷൻ കണ്ടുപിടിച്ചു? വെലോസിറ്റി ടൈമായി, പൊസിഷൻ ടൈമായി. ഇനി ബാക്കിയുള്ളത് ഏതാണ്? പൊസിഷനും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷനാണ്. അതാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. നേരെ തിരിച്ചും പറയാം, വെലോസിറ്റിയും പൊസിഷൻ അങ്ങനെ പറഞ്ഞാലും ഓക്കെയാണ്. ഓക്കെ, ഏത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. എന്തായിരുന്നു ആവറേജ് വെലോസിറ്റി? നോർമലി ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേംസ് ഒക്കെ അല്ലേ നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുക. ഒരു 10 സംഖ്യ ഉണ്ടെങ്കിൽ അതിൻ്റെ ആവറേജ് കാണാൻ എന്ത് ചെയ്യുക? 10 നമ്പറും ആഡ് ചെയ്യും, ഡിവൈഡ് ബൈ 10 കൊണ്ട് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ എന്ത് കിട്ടും? ആവറേജ് കണ്ടുപിടിക്കും. അപ്പോൾ അതേ കോൺസെപ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യുന്നു. അതേ കോൺസെപ്റ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെയും യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആവറേജ് വെലോസിറ്റി കാണാൻ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം ചെയ്താൽ മതി. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ആ ഇക്വേഷനിൽ നിന്നും ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഡിവൈഡ് ബൈ ടൈം. ലെഫ്റ്റ് സൈഡിലേക്ക് പോയാൽ ആവറേജ് വെലോസിറ്റി ഓൾറെഡി അവിടെയുണ്ട്, ഇൻറ്റു ടൈം എന്ന് വരും. ഇനി ഒരു യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ആണെങ്കിൽ അതിൻ്റെ ആവറേജ് വെലോസിറ്റി കാണാൻ എളുപ്പമാണ്. ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് വെലോസിറ്റി കിട്ടും. ഇത് മനസ്സിലാണെങ്കിൽ നേരെ മുകളിൽ ഞാൻ കൊടുത്ത ആ എക്സാമ്പിൾ നോക്കിയേ. അവിടെ 2 മീറ്റർ പെർ സെക്കൻഡ് അങ്ങനെ കൊടുത്തിട്ടില്ലേ? നിങ്ങൾ അതിൻ്റെ ആവറേജ് വെലോസിറ്റി കാണാൻ എന്ത് ചെയ്താൽ മതി? എല്ലാം കൂടെ കൂട്ടുക. മൊത്തം എത്ര ടേം ഉണ്ട്? 4 ടേം ഉണ്ട്. 4 കൊണ്ട് ഹരിക്കുക. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന നമ്പറും ഇനീഷ്യൽ വെലോസിറ്റി ആയിട്ടുള്ള 2 മീറ്റർ പെർ സെക്കൻഡും ഫൈനൽ വെലോസിറ്റി ആയിട്ടുള്ള 8 മീറ്റർ പെർ സെക്കൻഡും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതും സെയിം ആയിരിക്കും. അതായത് ഒരു യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ്റെ ആവറേജ് കാണാൻ ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും കൂടെ കൂട്ടുക, 2 കൊണ്ട് ഹരിക്കുക. അത്രയും ചെയ്താൽ മതി. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു വി പ്ലസ് യു ബൈ ടി എന്ന് വരും. വി പ്ലസ് യു ബൈ 2 എന്ന് വരും.
അപ്പോൾ ആവറേജ് വെലോസിറ്റി ആയി. അപ്പോൾ ടൈം ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി, ആ ആവറേജ് വെലോസിറ്റി ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ടൈമിന് ഞാനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊണ്ടുവരികയാണ്. ഏത് ഇക്വേഷൻ 1 ഇല്ലേ നമ്മുടെ വെലോസിറ്റി ടൈം റിലേഷൻ, അതിൽ നിന്ന് നോക്കി v മൈനസ് യു ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, AT എന്ന് എഴുതാം. ഈ എ ഇൻറ്റു ടി അല്ലേ, അപ്പോൾ ഇൻറ്റു എ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നാൽ എന്ത് വരും, വി മൈനസ് യു ഡിവൈഡഡ് ബൈ എ എന്ന് വരും. അതായത് ടിക്ക് വരെ എന്ത് കൊടുക്കാം, വി മൈനസ് യു ബൈ എ എന്ന് കൊടുക്കാമല്ലോ. അപ്പോൾ ഈ രണ്ട് കാര്യം, അതായത് ടി ഈക്വൽ ടു വി മൈനസ് യു ബൈ എ എന്ന് പറയുന്നതും ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു വി പ്ലസ് യു ബൈ ടു എന്ന് പറയുന്നതും ഞാൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ലെറ്റർ ഏതാണ്, എസ് ആണ്. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കാം, ആവറേജ് വെലോസിറ്റിക്ക് പകരം വി പ്ലസ് യു ബൈ ടു എന്ന് കൊടുക്കാം. ഇൻറ്റു ടൈമിന് പകരം എന്ത് കൊടുക്കാം, വി മൈനസ് യു ബൈ എ എന്ന് കൊടുക്കാം. ഡിനോമിനേറ്ററിലുള്ള താഴെയുള്ള 2 മെയിൻ ഞാൻ പുറത്തെടുത്ത് എഴുതിയാൽ ആ ഇക്വേഷൻ എങ്ങനെയാകും, എസ് ഈസ് ഈക്വൽ ടു 1/2a ഇൻറ്റു ബ്രാക്കറ്റിനുള്ളിൽ എന്ത് വരും, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന് വന്നു. അതെവിടുന്ന് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ വന്നേ, നോക്കിയേ തൊട്ട് മുകളിലത്തെ സ്റ്റെപ്പ് നോക്കിയേ, വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു അല്ലേ അവിടെ കിടക്കുന്നത്. അത് ഏത് ഫോമിലാണ് ഉള്ളത്, നമ്മൾ കാലാകാലങ്ങളായിട്ട് പഠിക്കുന്നതാണ്. ഏത്, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്ന ഫോമാറ്റിലാണ് അത് കിടക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ എക്സ്പാൻഷൻ എന്താ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് വി ആണ്, ബിയുടെ സ്ഥാനത്ത് യു ആണ്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ ആകും, എക്സ്പാൻഡ് ചെയ്യുമ്പം വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്നായിട്ട് മാറും. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു എന്ത് വന്നു, 1/2a ഇൻറ്റു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന് വന്നു. ഇനി ഡിവൈഡഡ് ബൈ 2a എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ എന്ത് വരും, ഹരിക്കണം 2a ആണ്, അപ്പുറത്തേക്ക് പോകുമ്പോൾ ഗുണിക്കണമാവും. അപ്പോൾ 2a ഇൻറ്റു എസ് ഈക്വൽ ടു എന്ത് വന്നു, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന് വന്നു. ഇനി മൈനസ് യു സ്ക്വയർ സമത്തിന് ഇപ്പുറത്തേക്ക് വന്നാൽ എന്താവും, പ്ലസ് ആയിട്ട് മാറും. ദെർഫോർ എന്ത് വരും, 2as പ്ലസ് യു സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും, വി സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി ഞാൻ നേരെ തിരിച്ചെഴുതിയെന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. നോക്കിയേ, ഫസ്റ്റ് ടേം ആയിട്ടുള്ള വെലോസിറ്റി, ലാസ്റ്റ് ടേം ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്, അവ തമ്മിലുള്ള റിലേഷൻ അല്ലേ, പൊസിഷനും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ അല്ലേ നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് ഓർത്തിരിക്കാൻ, അങ്ങനെ ഓർത്തിരിക്കാം. അപ്പോൾ നമ്മൾ 3 റിലേഷനും ഡിറൈവ് ചെയ്തു. ഏതൊക്കെ, വെലോസിറ്റി ടൈം റിലേഷൻ എന്തായിരുന്നു, വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. പൊസിഷൻ ടൈം റിലേഷൻ ദാറ്റ് ഈസ് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അതുപോലെ തന്നെ ലാസ്റ്റ് പൊസിഷൻ വെലോസിറ്റി റിലേഷൻ ദാറ്റ് ഈസ് വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് എഴുതി പഠിക്കണം. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ അതൊരു റിവൈസ് ചെയ്യുന്നതിനായിട്ടോ ഒരു 2xലൊക്കെ ഇട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വേഗം ഒന്ന് കേട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് എഴുതാതെ തന്നെ റിവൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അല്ലാത്തവരെന്ത് ചെയ്യുക, ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് മനസ്സിലാക്കി ഗ്രാഫ് വരച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യുക, ഡിറൈവ് ചെയ്യാൻ വേണ്ടി പഠിക്കുക. ചിലപ്പോൾ ഇത് എന്ത് ചെയ്യാം, സപ്ലൈ എക്സാം എഴുതുന്ന, അതായത് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഒക്കെ എഴുതുന്നവർക്ക് മസ്റ്റായിട്ട് നിങ്ങൾക്കൊരു ഇത് വരുമെന്ന് ഉറപ്പിച്ച് പോകാൻ പറ്റുന്ന ഒരു പോർഷനാണ് ഇത്, ഈ പറയുന്ന കൈനമാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന പോർഷൻ. നിങ്ങൾക്ക് മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ എഴുതി പഠിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്കത് ഗുണം ചെയ്യുകയില്ല. കാരണം ഡൗട്ട് വരും, ഒരു വിയും യു അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തെറ്റും. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ക്ലാസ് കാണുക, കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി കൂടി എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് എന്ത് ചെയ്യാണ്, +1 എക്സാമിന് വേണ്ട, അതായത് എല്ലാ ചാപ്റ്ററിലും എപ്പോഴും വരുന്ന കുറച്ച് ഏരിയാസിൻ്റെ വീഡിയോസാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തിരിക്കുന്നത്, അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയും ഇതിന് മുന്നേ വീഡിയോയും ഇനി വരാൻ വരുന്ന വീഡിയോസ് എന്ത് ചെയ്യുക, കാണുക. ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ക്ലാസ്സിൻ്റെ കാര്യത്തിൽ സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് വീഡിയോ എത്തിക്കുക. അവർക്കും എന്ത് ചെയ്യും, ഇത് ഉപകാരമാവും. നിങ്ങൾ +1 ആണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മാത്രമല്ല +2 ഉള്ള ആൾക്കാരെ കൂടി എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനൊക്കെ എന്ത് ചെയ്യും, ചിലപ്പോൾ പഠിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടുപോകുമ്പോൾ അവർക്ക് ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഒന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള ചാപ്റ്റർ ഇനി വരുന്നത് എന്താണ്, നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്തു, മോഷൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞു. ഇനി മോഷൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്റർ, ലോസ് ഓഫ് മോഷൻ ഉണ്ട്, വർക്ക് എനർജി പവർ ഉണ്ട്, ഗ്രാവിറ്റേഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എന്താണ്, സെക്കൻഡ് പാർട്ടിലെ കുറച്ച് ചാപ്റ്റേഴ്സ് കൂടിയുണ്ട്. ഫസ്റ്റ് പാർട്ടിലാണ് കൂടുതൽ മെജോറിറ്റി എന്ത് ചെയ്യുന്നത്, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ളത്. പിന്നെ എന്താണ്, സെക്കൻഡ് പാർട്ടിലെ ഫസ്റ്റ്, അതായത് 2 ചാപ്റ്റർ, മെക്കാനിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള 2 ചാപ്റ്റർ കൂടിയുണ്ട്. മോഷൻ ഫ്ലൂയിഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റർ, അതിൽ നിന്നാണ് കൂടുതൽ വെയിറ്റേജിന് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യുക, എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ കൂടുതൽ വീഡിയോസുമായിട്ട് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. നിങ്ങളുടെ കമൻറ്റ്സ് ചെയ്യുക, അതുപോലെ തന്നെ എന്താ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.